ചെമ്പനീർ പൂവിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്ത് പോയതിന് ശരത്തിനെ കാണാതെ കൃഷ്ണനും അമ്മയും ചേട്ടത്തി അനിയത്തോടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. എന്തിനും പോകുന്ന കൂട്ടുകാരാണ് അവനുള്ളത്. അതാണ് ഈ എല്ലാത്തിനും കാരണം. കൂടെ പഠിക്കുന്നവരെല്ലാം കോടീശ്വരന്മാരാണ്. അവരെപ്പോലെ അവനാവാൻ ശ്രമിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവനിങ്ങി വരും, അവൻ്റെ പ്രായം കൂടെ നോക്കണ്ടേ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞ് രേവതി എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ശരത്ത് കയറി വരുന്നു. അപ്പോൾ ശരത്ത് എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും മിണ്ടുന്നില്ല. ദേഷ്യപ്പെട്ട് ബാവലൊന്നും കഴിക്കാമെന്ന് പറയുന്നത് കേൾക്കാതെ തന്നെ കലിച്ച് നേരെ അകത്തേക്ക് കയറി പോകുന്നു. കട്ടിലിൽ പോയി ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക. അപ്പോൾ അവിടേക്ക് രേവതി ഇങ്ങനെ ഓടി വരുന്നു. ഓടി വന്ന് പുറകിൽ നിന്ന് സർപ്രൈസ് ആയിട്ടൊരു ഫോൺ എടുത്ത് ശരത്തിൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പം ശരത്ത് സന്തോഷത്തോടെ അത് വാങ്ങി നോക്കിയിട്ട് പറയും, ഇതെന്താ ഇത്? ജാമ്പുവാലിൻ്റെ കാലത്തുള്ള മോഡലോ? എനിക്കിതൊന്നും വേണ്ട. അപ്പോൾ ഇത് കേട്ടിട്ട് രേവതി പറയും, മോനെ ഇത് 10,000 രൂപയായിടാ. 10,000 രൂപയായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? എഞ്ചിനീയറിംഗിന് ഉപയോഗിക്കാൻ ഇതൊന്നും പോരാ. എനിക്കിതൊന്നും വേണ്ട. പൂക്കടയിലോ മറ്റെവിടെങ്കിലും അല്ലെങ്കിൽ ബ്രോക്കർ പണിക്കോ ഉപയോഗിച്ചോ. ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. എനിക്ക് അഡ്വാൻസ്ഡ് മോഡലാണ് വേണ്ടത്. എനിക്ക് നല്ല ബ്രാൻഡ് തന്നെ വേണം. അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പോയപ്പോഴെങ്കിലും എന്നെ വിളിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കട്ടക്കലിപ്പിൽ ശരത്ത് അങ്ങ് പോകുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ എല്ലാവർക്കും വിഷമം. അനിയത്തി നിൽപ്പുണ്ട്, അതുപോലെ തന്നെ അമ്മയും അച്ഛനും ഉണ്ട്. അപ്പം അച്ഛൻ പറയും, അത് തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടുമോ മോളെ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, അറിയില്ല. അപ്പോൾ രേവതി പറയും, എങ്കിൽ ഇത് അച്ഛൻ ഉപയോഗിച്ചോ എന്ന് പറയും. എനിക്ക് വേണ്ട, എനിക്ക് പൂക്കടയിലേക്ക് ഉപയോഗിക്കാനുള്ള പഴയതുണ്ട്, അത് തന്നെ മതി എനിക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷ്മി മാറിയിരുന്ന് കരയുക. അപ്പം ലക്ഷ്മി മാറിയിരുന്ന കരയുന്നത് കണ്ടിട്ട് രേവതി അവിടേക്ക് വന്നിട്ട് പറയും, എന്തിനാ അമ്മയെ കരയുന്നേ? ഇതെല്ലാം ശരിയാവും. ഇപ്പം നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറും. നമ്മൾ പുതിയ വീട് വാങ്ങും, ശരത്തും എല്ലാം റെഡിയാവും. അമ്മ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് അവരെ ഒന്നും ഓർത്തല്ല മോളെ സങ്കടം. എനിക്ക് നിന്നെ ഓർത്താണ് സങ്കടം. നിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അത് മാത്രമല്ല, നീ ഈ വീടിന് വേണ്ടി എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നത്, അതോർത്താണ് എനിക്ക് സങ്കടം. എൻ്റെ കാര്യമൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് രേവതി അമ്മയെയും സമാധാനിപ്പിക്കുന്നു. ശേഷം കാണിക്കുന്ന സച്ചി ഒരു ഓട്ടോയൊക്കെ പിടിച്ച് വീട്ടിലേക്ക് വരുന്ന ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട്, അവരൊരു വീട് കാണുന്നുണ്ട്. ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ട് സച്ചി ഇറങ്ങി പോകുന്നു. വീട്ടിൽ ചെന്ന് ഓളിംഗ് ബെൽ അടിക്കുമ്പോൾ അമ്മ ഇറങ്ങി വന്ന് വാതിൽ തുറക്കുന്നു. വാതിൽ തുറക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത്, ഇന്ന് 4 കാലിൽ തന്നെയാണല്ലോ വരവ്. അപ്പം ഇത് കണ്ടിട്ട് സച്ചി പറയും, ഇന്ന് ജോലി പോയി, അതിൻ്റെ സന്തോഷത്തിന് 2 അടിച്ചതാണെന്ന് പറയും. അപ്പം എന്നാ പാർട്ടി ഇല്ലാത്തത്? ജോലി കിട്ടിയാലും പോയാലും എല്ലാത്തിനും പാർട്ടിയാണല്ലോ. നാട്ടുകാരെന്താ ആലോചിക്കുന്നു നീ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ സച്ചി തിരിച്ചു ചോദിക്കും, ഞാൻ കുടിക്കുന്നതിലല്ല അമ്മയ്ക്ക് പ്രശ്നം, നാട്ടുകാരെന്ത് പറയുമെന്നുള്ളതിലാണല്ലേ. അതല്ല, നമ്മളെന്തിനാ അവരെ നോക്കുന്നത്? എൻ്റെ അച്ഛൻ KSRTC ഡ്രൈവർ വളയം പിടിച്ചു കൊണ്ടിരുന്ന ആണ് നമ്മുടെ കുടുംബം നോക്കുന്നത്. അപ്പോൾ പിന്നെ നാട്ടുകാരെ ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ അമ്മയോട് തർക്കുത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സച്ചു. അപ്പോൾ അവിടേക്ക് രവീന്ദ്രൻ വരുന്നുണ്ട്. രവീന്ദ്രൻ വന്നിട്ട്, നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കും. അപ്പം ഇല്ലെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ അവിടെ നിന്ന് തുടങ്ങും, നീ എൻ്റെ വയറ്റിൽ എന്ന് വന്ന് പിറന്നോ അന്ന് എനിക്ക് തുടങ്ങിയ കഷ്ടപ്പാടാണ്. സെൻറ്റ് മൈക്കിൾസിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് വന്ന ദിവസം അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് വന്ന് നടത്തി നോക്കിയപ്പോൾ നീ എൻ്റെ വയറ്റിൽ. അന്ന് എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടതാണ്. അന്ന് മുതൽ എൻ്റെ കഷ്ടകാലവും തുടങ്ങി. നിർത്ത്, ബാക്കി ഞാൻ പറയാം എന്ന് പറഞ്ഞ് സച്ചി ഏറ്റുപിടിക്കുന്നു. 2ാമത് ജോലി കിട്ടിയപ്പോൾ അവിടെ അപ്പോയിൻമെൻറ്റ് ചെന്നപ്പോൾ അവർ ക്ഷമാപണത്തോടെ പറയുന്നു, നിങ്ങൾക്ക് ഈ ജോലിയില്ലെന്ന്. അതിനും കാരണം അന്ന് ഞാൻ ജൂനിയർ കോർട്ടിലേക്ക് പോകുന്നു. കാരണം തെറ്റ് ചെയ്തത് ഞാനായിരുന്നല്ലോ. പിന്നെ എന്തിനാ അമ്മേ എന്നെ ഇങ്ങനെ വളർത്തിയത്? അന്നേ അബോട്ട് ചെയ്തുകൂടായിരുന്നു എന്ന്. അപ്പം അന്നേ അബോട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ നിൻ്റെ അച്ഛനും നിൻ്റെ അച്ഛൻ്റെ അമ്മയും ഇടം വലം നിർത്തി എന്നെ ഇങ്ങനെ ഈ വഴിക്കാക്കി. അതുകൊണ്ട് മാത്രമാണ്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ അന്നേ ഞാൻ നിന്നെ അബോട്ട് ചെയ്ത് കളഞ്ഞേനെ. അപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് മൂത്ത മകൻ വരുന്നുണ്ടെ എല്ലാവരോടും ചോദിക്കുന്ന രീതിയിൽ സച്ചി ചോദിക്കും, എന്തിനായിരുന്നു അച്ഛാ ഇവർക്കിടയിലേക്ക് ഞാൻ 3ാമതൊരാളായിട്ട്? അപ്പം മൂത്ത മകനെ കാണുന്നുണ്ടെ അമ്മ പറയും, കണ്ടോ നിൻ്റെ ചേട്ടനും അവൻ്റെ ഇളയവനും 2 പേരും എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ നീ അങ്ങനെയല്ല. അപ്പോൾ ഇവരുടെ 2 പേരുടെയും വഴക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ രവീന്ദ്രൻ ഇടപെട്ടിട്ട് പറയും, മതി നിർത്ത് 2 പേരുടെയും വഴക്ക്. അപ്പം ഇതുപോലെ ചന്ദ്രമതി പറയും, ഞാൻ വഴക്കൊക്കെ നിർത്താം, പക്ഷേ അതിന് ഇവൻ കൂടി നിർത്തണം. അപ്പം ഇതുപോലെ സച്ചി പറയും, ഞാൻ കൂടി നിർത്തണമെങ്കിൽ ഞാൻ ചാവണം. അപ്പോൾ ഇവർ 2 പേരും മിണ്ടായിരിക്കുന്നുണ്ട്. ചേട്ടൻ വന്നിട്ട് പറയും, ബാ കഴിക്കാം, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു കഴിക്കാമെന്ന് പറയും. അപ്പോൾ ഇത് കേട്ട് സച്ചി പറയും, എന്ത് പറ്റി? സാധാരണ അങ്ങനെ അല്ലല്ലോ എന്ന് പറയും. അപ്പം ഒരു കപട സ്വഭാവത്തോടു കൂടി അവനോട് പെരുമാറുന്ന രീതിയിലാണ് നമുക്ക് കാണുമ്പോഴും തോന്നുന്നത്. അപ്പോൾ സച്ചിക്കും അത് മനസ്സിലാവും, നീ ഇങ്ങനെ നല്ല ആളായിട്ടൊന്നും പുറമേ ശ്രമിക്കണ്ട, നീ ബുദ്ധിപരമായിട്ട് ഇതൊക്കെ ചെയ്യുന്നതാണെന്ന് എനിക്കറിയാമെന്നിങ്ങനെ ചേട്ടൻ്റെ മുഖത്ത് നോക്കി സച്ചി പറയുന്നു. അപ്പോൾ ഇവരുടെ 2 പേരും ഈ വഴക്കിങ്ങനെ മൂക്കുന്നുണ്ട്. ഇതുപോലെ
ചന്ദ്രമതി പറയും, ഇതെൻ്റെ വീടാണ്, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി വെച്ച് തന്ന വീട്. ഈ മണിമാളിക പോലൊരു വീട്ടിൽ അല്ലാതെ നിനക്കൊന്ന് താമസിക്കാനുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് രവീന്ദ്രൻ പറയും, അതൊക്കെ ശരി തന്നെ, നിൻ്റെ അച്ഛൻ വെച്ച് തന്ന വീടാണ്, പക്ഷേ എൻ്റെ അധ്വാനത്തിൻ്റെ കൂടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ വീട് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് രവീന്ദ്രൻ ഭാര്യയോട് പറയുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞപ്പം സച്ചി കയറി ഇടപെടുന്നു. നിർത്ത്, രണ്ടുപേരുടെയും വഴക്ക് നിർത്തുക എന്ന് ഇങ്ങനെ പറഞ്ഞ് സച്ചി വഴക്ക് നിർത്തുന്നു. അപ്പം ഇതുപോലെ ആഹാരം കഴിക്കാതിരിക്കുന്ന ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ വിളമ്പി തരാമെന്ന് പറയുന്നു. വേണ്ട, ഞങ്ങൾ വിളമ്പി കഴിച്ചോളാമെന്ന് പറയുന്നു. നീ വലിയവനാവാനുള്ളവനാണ്, അതായത് ഞങ്ങളെപ്പോലുള്ള ഏഴാങ്കൂലികൾക്ക് വിളമ്പി തരാനുള്ളതല്ല നിൻ്റെ ജീവിതം. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഏഴാങ്കൂലികൾ ഞങ്ങൾ തന്നെ വിളമ്പി കഴിച്ചോളാമെന്ന് സച്ചി ചേട്ടനോട് പറയുന്നു. അപ്പോൾ ഇവരിങ്ങനെ കഴിക്കാനിരിക്കുമ്പോൾ ഇളയ അനിയൻ വിളിക്കും. ഇളയ അനിയൻ വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ മുഖം എന്തായിരിക്കുന്നത്? സച്ചി ചേട്ടനുമായിട്ട് ഇന്നും വഴക്കുണ്ടായി. അതെന്നും ഉള്ളതാണല്ലോ എന്ന് പറയുന്നു. നിങ്ങളുടെ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ കഴിക്കാൻ പോവാന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം ഇത് കേട്ട് സച്ചി പറയുന്നു, ഞങ്ങളെ നീ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ആ പഠിത്തമൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ പോരടാ എന്ന് പറയുന്നു. അപ്പോൾ പറയാം, അമ്മ ഇത് കയറി വിലക്കും. എന്നോട് പറയും, ഇവൻ അങ്ങനെ പലതും പറയും, അതൊന്നും നീ കേട്ട് വഷളാവേണ്ട കാര്യമില്ല, നീ മൊത്തം പഠിച്ച് എല്ലാം പാസ്സായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി അമ്മേ എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ചതിന് ശേഷം ഇളയ അനിയൻ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പം ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചന്ദ്രമതി കണ്ടോ, എൻ്റെ മോൻ്റെ പെരുമാറ്റം കണ്ടോ, അത് ഞാൻ വളർത്തിയതിൻ്റെയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് സച്ചി പറയും, അതെന്താ അമ്മ അങ്ങനെ സംസാരിച്ചത്? എന്നെ വളർത്തിയത് അച്ഛൻ്റെ അമ്മ ആയതുകൊണ്ടാണോ അമ്മ ഇങ്ങനെ പറയുന്നത്? എങ്കിൽ അമ്മയ്ക്ക് തെറ്റി. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അച്ഛൻ്റെ അമ്മ വളർത്തിയതുകൊണ്ട് മാത്രമാണ്. ഇവന്മാരൊക്കെ കമ്പ്യൂട്ടറല്ലേ അമ്മേ, പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. അതിന് കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയും. അപ്പം അല്ലെങ്കിലും പൊട്ടക്കിണറ്റിലെ തവളയ്ക്ക് അത് തന്നെയാണ് വലുതെന്ന് തോന്നുകയുള്ളൂ. അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുന്നു. ഇത് കേട്ട് സച്ചിക്ക് വിഷമം വരുന്നു. സച്ചി അവിടുന്ന് ആഹാരം കഴിക്കാതെ എണ്ണീറ്റ് പോകുന്നു. അപ്പോൾ സച്ചി എണ്ണീറ്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ രവീന്ദ്രൻ അവൻ്റെ അടുത്തേക്ക് പോയെന്ന് സംസാരിക്കുന്നുണ്ട്. മോനെ, നീ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. എന്തായാലും കള്ളു കുടിച്ചിട്ട് വരുന്ന മക്കളുമാരെ അച്ഛനും അമ്മയും വഴക്ക് പറയും, അതായിട്ട് നീ കണ്ടാൽ മതി, അല്ലാതെ നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് രവീന്ദ്രൻ മോനെ സമാധാനിപ്പിക്കുന്നു. ഞാൻ എന്തിനാണ് കഴിക്കുന്നതെന്നുള്ള അച്ഛൻ അറിയാമല്ലോ. ഞാൻ കഴിച്ചത്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അച്ഛാ, ബോധം പോയി ഉറങ്ങണം, അല്ലാതെ എന്നെ കൊണ്ട് ഒരു കാരണവശാലും ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് മോനെ, എല്ലാം ശരിയാവും. നിന്നെ ഈ തെള്ളി പറഞ്ഞവരെല്ലാം നിന്നെ നല്ലതെന്ന് പറയുന്നൊരു സമയം വരും. അതുകൊണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറയുന്നു. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ ഈ മാസം റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ചിലവിൻ്റെ വരുമാനവും കുറവ് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇനിയും മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിൻ്റെ അനിയൻ ഇതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റും ബിസിനസ്സും ഒക്കെ തുടങ്ങണമെന്നാണ് ആഗ്രഹം. പക്ഷേ അവൻ്റെ പഠിത്തം കഴിയാതെ പറ്റില്ലല്ലോ. അപ്പം അതനുസരിച്ച് വേണം ഇനി മുന്നോട്ട് പോകാനെന്ന് അച്ഛൻ സച്ചി ഉപദേശിക്കുന്നത്. അപ്പോൾ സച്ചി ഇത് കേട്ട് പറയുന്നു, അച്ഛൻ്റെ മറ്റു മക്കളെ പോലെ എനിക്ക് വൈറ്റ് കോളർ ജോബ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്. പിന്നെ അച്ഛന് ക്യാഷിന് ആവശ്യം വല്ലതും വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലും ഏത് രീതിയിലെങ്കിലും കഷ്ടപ്പെട്ട് അച്ഛൻ ആ പൈസ കൊണ്ടു തന്നോളാം. ആ കാര്യത്തിലൊന്നും അച്ഛൻ പേടിക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛൻ പോയി കിടക്ക്. ഞാൻ പോയി കിടന്നോളാം. നീ ഇന്ന് എത്ര പെഗ് കഴിച്ചു? പറയും, അതൊന്നും മിണ്ടായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറയും, നീ ഇന്ന് എത്ര പെഗ് കഴിച്ചു എന്ന് പറഞ്ഞാലും നീ കുറച്ച് കഴിച്ചിട്ട് കൂടുതൽ കഴിച്ചവരെ പോലെ പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതേ സംഭവിക്കാനും വഴിയുള്ളൂ എന്ന് പറയുന്നു. അപ്പം സച്ചിയെ സത്യം മനസ്സിലാവും. ഞാൻ 3 പെഗ്ഗേ കഴിച്ചുള്ള അച്ഛാ, ഞാൻ ചുമ്മാ അമ്മയെ വഴക്കുണ്ടാക്കാനെ കൊണ്ട് കൂടുതൽ കഴിച്ചതായിട്ട് അഭിനയിക്കുന്നതാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി അകത്തുനിന്ന് വിളിക്കും. അപ്പം ഇത് കേട്ടിട്ട് ഇനി ഞാൻ ചെല്ലട്ടെ, ചെന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് മതി എന്ന് പറയുന്നിട്ട് ഇതുപോലെ രവീന്ദ്രനകത്തേക്ക് നടന്നു പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഓർത്തിട്ട് സങ്കടവും വിഷമവും എല്ലാം ഉള്ളിൽ ഒതുക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പുതുവത്തിന് എപ്പിസോഡുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.